5 മാസമായി ഞാൻ ജിയോൻ നോവയായിട്ട്. ആർത്തറിൻ്റെ ഭാര്യ. എല്ലാവരും വിചാരിക്കും പോലെ അയാളൊരു ബിസിനസ്മാൻ മാത്രമല്ല. ഹീസ് എ മാൻ എവറി വൺ ഫിയർ, ഷാഡോ ഓഫ് അണ്ടർവേൾഡ്. മൈ ഹസ്ബൻഡ് ഈസ് എ മാഫിയ. ഹേ നോവ, എന്നെ മനസ്സിലായില്ലല്ലേ? ഞാൻ സോയ. ആർത്തറിൻ്റെ വാലായിട്ട് നടക്കുന്ന ഒരുത്തനില്ലേ, അങ്ങനത്തെ വൈഫാ ഞാൻ. ഓ ഹായ്, വെൽക്കം ടു ജിയൻ മാൻഷൻ. താൻ വാ, ഞാൻ തനിക്ക് റൂം കാട്ടിത്തരാം. ഇന്ന് മുതൽ ഇതാ തൻ്റെ റൂം. എടോ, താൻ ഓക്കെ അല്ലേ? ഇവിടെ വുമൻസ് വേറെ ആരുമില്ലേ? ഇല്ല, ആഴ്ചയിൽ 3 ദിവസം ക്ലീനിങ് സ്റ്റാഫ്സ് വരും. അവരല്ലാതെ വേറെ റൂംസും ഇവിടെ ഇല്ല. പിന്നെ ഞാൻ വരുമ്പോൾ ഞാനും. അപ്പോൾ താൻ താൻ ഇവിടെയല്ലേ താമസിക്കുന്നേ? അല്ല, ഞാൻ വല്ലപ്പോഴേ ഇവിടെ വരാറുള്ളൂ. ഓ അങ്ങനെയാണല്ലേ. അപ്പോൾ കുക്കിങ്ങൊക്കെ? ആർത്തറിന് കുറച്ച് പ്രിഫറൻസ് ഉണ്ട്. സോ അവന് വേണ്ടിയിട്ട് ഹൈ ക്വാളിഫൈഡ് ഷെഫ്സ് വരും കുക്ക് ചെയ്യാൻ. ഓ എടോ, താൻ ഓക്കെ അല്ലേ? യാ, ഐം ഫൈൻ. ബട്ട് തന്നെ കണ്ടിട്ട് എനിക്കങ്ങനെ തോന്നുന്നില്ല. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഏയ് ഒന്നുമില്ല, ഐം ജസ്റ്റ് ടയേർഡ്. തൻ്റെ സമ്മതത്തോടെ തന്നെയാണ് ഈ മാരേജ് നടന്നേ? സമ്മതം? ഞാൻ ആരെ വിവാഹം കഴിക്കാൻ പോകുന്നതെന്ന് പോലും അയാളെത്തിപ്പോഴും അറിഞ്ഞേ. പിന്നെയല്ല സമ്മതം. പിന്നെന്തിനാ താൻ ഈ വിവാഹത്തിന് തയ്യാറായേ? ഇത്രയും കാലം മറ്റാരുടെയും തുണയില്ലാതെ എന്നെ വളർത്തി എൻ്റെ അമ്മയ്ക്ക് വേണ്ടി. അതിനിത് തൻ്റെ ലൈഫില്ലേ? താനല്ലായിരുന്നു ഡിസൈഡ് ചെയ്യാനുള്ളത്. ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ എന്നായാലും മാരേജ് ചെയ്യണം. അതിന്നായിക്കോട്ടെ എന്ന് കരുതി. പിന്നെന്താ, ആർത്തറിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് ആലോചിച്ചാണോ? പുറമേ കാണുന്ന ദേഷ്യമൊക്കെയുള്ളൂ, അകത്തവനൊരു പാവ. നീ അവനെ അടുത്തറിയുമ്പോൾ മനസ്സിലാവും. സ്നേഹിച്ച ചങ്ക് പറിച്ചു തരും അവൻ. പക്ഷെ ദ്രോഹിച്ചാൽ ആർത്തർ ആരാണെന്ന് അന്നറിയും. താൻ പേടിക്കണ്ട, ആർത്തർ ഒരിക്കലും ഒരു പെണ്ണിൻ്റെ ജീവിതം വെച്ച് കളിക്കില്ല. അമ്മയുടെ സ്നേഹമോ തണലോ ചൂടോ ഒന്നും അറിയാതെ വളർന്നവനാണവൻ. എന്നിട്ട് പോലും അവനൊരു സ്ത്രീയെ എങ്ങനെ ബഹുമാനിക്കണമെന്നറിയാം. നീ അവനെ അറിയാൻ ശ്രമിക്ക്, അവനൊരു ചാൻസ് കൊടുക്ക്. അന്ന് നിനക്ക് മനസ്സിലാവും, നീ കേട്ടതും കണ്ടതും അറിഞ്ഞതും ഒന്നും സത്യമല്ല എന്ന്. അവൻ്റെ ഉള്ളിൽ ഏതോ ഒരു കോണിൽ ഒതുങ്ങിക്കിടക്കുന്ന യഥാർത്ഥ ആർത്തറിനെ കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. അത് നിന്നെ കൊണ്ട് കണ്ടുപിടിക്കാൻ കഴിഞ്ഞാൽ ഈ ലോകത്തിലെ ഏറ്റവും ഭാഗ്യം അത് നീയാ. ഡോ, താനൊന്ന് ചില്ലാവ്, എല്ലാം ശരിയാവും. യാ, ഐ ഹോപ്പ് സോ. എന്നാൽ പിന്നെ ഞാൻ പോവാ. താൻ ചെന്ന് ഡ്രസ്സ് ചേഞ്ച് ചെയ്തു. വല്ല ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി, എൻ്റെ തൊട്ടപ്പുറത്തുണ്ട്. ഇനി എന്തൊക്കെയാണാവോ സംഭവിക്കാൻ പോകുന്നത്? ഫൈനലി യു ആർ മൈൻ റെഡ്. ഞാൻ അന്നേ പറഞ്ഞില്ലേ, ഏറിയാൽ ഒരാഴ്ച, അത് കഴിഞ്ഞ് നീ എൻ്റെ കൈകളില. ഇനി ഇനി നീ എവിടേക്ക് ഓടും? ഐ ഓൺ യു നൗ. വെൽക്കം ടു മൈ വേൾഡ്, യുവർ ഗോൾഡൻ കേജ്. ഞാൻ എന്തിലാകപ്പെട്ടെ? സ്ലീപ് ടൈറ്റ് റെഡ്. ഈ ലോകത്തിലെ ഒന്നിനെയും കുറിച്ച് ഭയമില്ലാതെ ഉറങ്ങിക്കോ. എന്തു തന്നെ ആയാലും എന്നെ മറികടന്ന് നിന്നിലേക്കെത്തൂ. എൻ്റേതായിരിക്കുന്നിടത്തോളം കാലം നീ ഈ ലോകത്ത് സുരക്ഷിതയാണ് റെഡ്. എന്നോടൊഴികെ മറ്റൊന്നിനും നിന്റെ കണ്ണുകളിൽ ഞാൻ ഭയം കാണരുത്. ഞാനൊഴികെ മറ്റൊന്നിനാലും നിന്റെ കണ്ണുകളിൽ കണ്ണുനീര് വരാൻ ഞാൻ അനുവദിക്കില്ല. പ്ലീസ് റെഡ്, ഹോൾഡ് ഓൺ ദെയർ. ഞാൻ എല്ലാം ശരിയാക്കും വരെ എനിക്ക് കുറച്ച് സമയം താ. അതിനുശേഷം ഈ ലോകത്ത് ആരും കൊതിക്കുന്ന ഒരു ജീവിതം ഞാൻ നിനക്ക് തരും. ഹലോ, ഐ ആം കമ്മിങ്.
ഹായ് ദേവ്. എൻ്റെ ആൾക്കാർ നിന്നെ കൂടുതൽ കഷ്ടപ്പെടുത്തുന്നില്ലല്ലോ? ഇനി പറ, നിന്നെ ആരാ അയച്ചേ? നീ ആയിട്ട് പറഞ്ഞ ഞാൻ നിന്നെ പെട്ടെന്ന് അങ്ങ് പരലോകത്തേക്ക് അയക്കാം. പക്ഷെ ഞാനായിട്ടാണ് പുറത്തെടുക്കുന്നതെങ്കിൽ നീ വിചാരിക്കാത്ത മരണമായിരിക്കും ഞാൻ നിനക്ക് തരാൻ പോകുന്നത്. നിന്റെ കൈ കൊണ്ട് മരിക്കേണ്ടി വന്നാലും ഞാൻ ഒരിക്കലും സത്യം പറയില്ല. ഉറപ്പാണേ? പിന്നെ മാറ്റി പറയരുത്. കിൽ മീ ഓൾറെഡി. ബോയ്സ്, ഇങ്ങനെ ഇതുവരെയ്ക്കും വന്നില്ലേ? അതെന്താ ഒരു ശബ്ദം? Red. ഗുഡ് മോർണിംഗ് റാഡ്. എന്തു പറ്റി? ഇന്നലെ രാത്രി മുഴുവനും ഇവിടെ ചുറ്റിക്കണ്ടതിൻ്റെ ക്ഷീണമാണോ? വാട്ട് ഹാപ്പൻ റാഡ്? നിന്റെ കണ്ണുകളിൽ എനിക്ക് ഭയം കാണാൻ കഴിയുന്നുണ്ട്. Don't come near me. Why റാഡ്? ഞാൻ നിന്റെ ഹസ്ബൻഡ് അല്ലേ? നിന്റെ അടുത്തേക്ക് വരാൻ എന്നെക്കാൾ അവകാശം വേറെ ആർക്കാ ഉള്ളത്? പ്ലീസ് എൻ്റെ അടുത്തേക്ക് വരരുത്. എന്താ പറ്റി? ഞാൻ അവനെ കൊന്നത് കണ്ടതുകൊണ്ടാണോ നിന്റെ കണ്ണുകളിൽ ഞാൻ ഭയം കാണുന്നത്? താൻ ആരാ? താൻ എന്തിനാ അയാളെ കൊന്നേ? ഒരാളെ കൊല്ലുക എന്നൊക്കെ വെച്ചാ? ഒരാളെ കൊല്ലുക എന്നത് എനിക്ക് പുതുമയുള്ള കാര്യമല്ല റെഡ്. ഖസാമ മാഫിയ. മാഫിയ? താനും കേട്ടിട്ടുണ്ടാകും ഷാഡോയുടെ കഥകൾ. ഷാഡോ? You are the shadow. Adam's breathing in. Wow, my red is so clever. You are a monster. Red. You are stuck with this monster till your last breath. ഈ ഗോൾഡൻ കേജിൽ നീ ബന്ധിതയായി കഴിഞ്ഞു റെഡ്. നീ ഇപ്പോൾ എൻ്റെ ഭാര്യയാ.
the queen of underworld. You can't escape. You are a fucking monster. I hate you. Hate me as much as you want. പക്ഷേ ഈ ജന്മത്തിൽ നിനക്ക് എന്നിൽ നിന്നൊരു വിടുതലില്ല. തനിക്ക് എന്താ വേണ്ടേ? വാട്ട് ഈസ് യുവർ ഫ്രീക്കിംഗ് പ്രോബ്ലം? തന്നെ ഞാൻ എന്ത് ചെയ്തിട്ടാ എൻ്റെ ജീവിതം ഇങ്ങനെ നശിപ്പിക്കുന്നേ, എന്നെ ഇങ്ങനെ ദ്രോഹിക്കുന്നേ? It's a twisted sense of pleasure, Red. Fuck you. Oh, Red. Big mistake. You have so much courage, Red. ഞാൻ ആരാണെന്നറിഞ്ഞിട്ടും നിന്റെ ഈ ആറ്റിറ്റ്യൂഡ് എന്നോട് കാണിക്കുകയല്ലേ? Impressive. Respect me, Red. I'm your fucking husband. And you are mine. I am not yours. I never will be. Oh, Red. You are already mine. If keeping you with me means breaking you, I will break you again and again, because you are mine to break and mine to mend. Fuck off. I told you about the attitude, Nova. I don't like it. Be a good girl, or you will be in a great danger. I'm not your fucking slave to obey your every command. Oh, you are not? നീ എൻ്റെ ഭാര്യയാ. ആ പൂർണ്ണ അവകാശവും അധികാരവും നിനക്കുണ്ട്. ബട്ട് എൻ്റെ വാക്കിനെ എതിർത്ത് പറയുന്നതും എൻ്റെ അടുത്ത് ഈ ആറ്റിറ്റ്യൂഡ് കാണിക്കുന്നതും എനിക്ക് ഒട്ടും ഇഷ്ടമല്ല, നോവ. ബി എ ഗുഡ് ഗേൾ ആൻഡ് യു ആർ ഗുഡ് ടു ഗോ. ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ എന്നെ ഇങ്ങനെ? ഞാൻ തന്നെ ആദ്യമായിട്ട് കാണുന്നത് ആ കോളേജ് വേണ്ടി വെച്ചിട്ടാ. അത് കഴിഞ്ഞ് ഇന്നലെയും. ഇതിനിടയിൽ ഞാൻ അറിഞ്ഞോടെ തന്നെ ഒന്നും ചെയ്തിട്ടില്ല. പിന്നെന്തിനാ? വൈ മീ? ദിസ് ഈസ് എ ഗെയിം, റെഡ്, ആൻഡ് യു ആർ ദ പവൻ ഇൻ ദിസ് ഗെയിം. ഞാനും എൻ്റെ എതിരാളികളും തമ്മിലുള്ള യുദ്ധത്തിൽ നീ അകപ്പെട്ട് പോയതാണ്. ഒരു ചെസ് ഗെയിമിൽ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണോ റാണി, അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഗെയിമിൽ നീ. എനിക്ക് ഈ ഗെയിം ജയിച്ചേ പറ്റൂ. അതിന് നീ സേഫായിരിക്കണം. നീ സേഫായിരിക്കും. എന്നൊഴികെ വേറെ ഒന്നിനെ നീ പേടിക്കണ്ട. കാരണം ഞാനല്ലാതെ വേറെ ആരാളും നിന്നെ ഒന്ന് നുള്ളി നോവിക്കാൻ പോലും ഞാൻ സമ്മതിക്കില്ല. Now go and get ready for college, Red. കോളേജ്? എന്താ, നിനക്ക് കോളേജ് പോണ്ടേ? അല്ല, എന്നോട്. Just go, Red. കെവിൻ നിന്നെ കോളേജിൽ ഡ്രോപ്പ് ചെയ്യും. ഓക്കെ, I will get ready. അവിടെ മുതൽ എൻ്റെ ലൈഫ് ഒരു യൂട്ടേൺ എടുത്തു. ഒരു അപരിചിതമായ ലോകം. There was no light, only darkness, the shadow. ബിസിനസ് വേൾഡിൽ ഞാൻ ആർത്തറിൻ്റെ മെൻറ്ററാണ്, ഹു സപ്പോർട്ട് ആൻഡ് എൻകറേജ്. ഇൻ മാഫിയ വേൾഡ് ഐ ആം ദ ക്യൂൻ, രാജാവിനോടൊപ്പം ഇരുന്ന് വിധി പ്രഖ്യാപിക്കുന്ന റാണി. ബട്ട് ബിഹൈൻഡ് ദ ക്ലോസ് ഡോർസ് ഐ ആം ഹിസ് വോ. Whenever and wherever he want, I will spread my legs for him. His bed warmer. The day I give him my virginity, he want me. നീ പൂർണ്ണമായി എൻ്റേതായി കഴിഞ്ഞു. സോ ഐ എം വാണിംഗ് യു. വേറെ ആരെങ്കിലും നിന്റെ മനസ്സിലുണ്ടെങ്കിൽ അയാൾ നിന്റെ മനസ്സിൽ നിന്ന് എടുത്ത് കളഞ്ഞേക്ക്. എനിക്ക് ചെറുതായിട്ടെങ്കിലും നിന്റെ മനസ്സിൽ വേറെ ആരെങ്കിലും ഉണ്ടെന്ന് അറിവ് കിട്ടിക്കഴിഞ്ഞ് I will fuck you in front of him and empty my gun into his skull. എൻ്റെ മനസ്സിൽ വേറെ ആരുമില്ല. കൺഗ്രാറ്റുലേഷൻസ്. എല്ലാ അർത്ഥത്തിലും നീ എൻ്റേതായി കഴിഞ്ഞു, റെഡ്. യു ചൂസ് മീ as your first and now I have chosen to be your last. Now I don't have any escape. Hey Nova, ഞാൻ തന്നെ എത്ര നേരമായിട്ട് വിളിക്കുന്നു. Where are you lost? Oh sorry, I just എൻ്റെ ജീവിതം എന്തുകൊണ്ട് എങ്ങനെയായെന്ന് ആലോചിക്കുമായിരുന്നു. You know, you can share anything with me. I'm your best friend. My life was a mess. I know. എനിക്കറിയാവുന്ന ലോകത്തിലെ യാതൊന്നിനെക്കുറിച്ചും ഒരു വ്യാകുലതയില്ലാതെ പറന്ന് നടന്ന പഴയ നോവയല്ല നീ. You are changed. The bird is caged. പക്ഷേ ആ കേജ് എൻ്റെ ഇഷ്ടത്തിനനുസരിച്ചാണ് കേട്ടോ. ജിയോൺ മാൻഷൻ്റെ ഇൻറ്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ ഡിസൈൻ എൻ്റെ ഇഷ്ടമനുസരിച്ചാണ്. വാട്ട് റിയലി? യാ, എനിക്കായിട്ട് പേഴ്സണൽ മെയ്ഡ്, ഡ്രൈവർ, ഡിസൈനർ, ഷെഫ്, മേക്കപ്പ് ആർട്ടിസ്റ്റ് എക്സെട്ര എക്സെട്ര
സത്യമായിട്ട് ഒരു റാണിയെ പോലെ ഞാൻ ജീവിക്കുന്നത്. പിന്നെന്താ നിന്റെ പ്രശ്നം? ആ ഒരു നല്ല കാര്യം ഒഴിച്ച് ബാക്കി എല്ലാം പ്രശ്നങ്ങളാണ്. എന്നുവെച്ചാൽ ലുക്ക്, എനിക്ക് പോലും അറിയില്ല എൻ്റെ ജീവിതം എന്താണെന്ന്. അതിന് പുറമെ ഞാൻ ആ വീടിൻ്റെ പുറത്തേക്കൊന്ന് കാലെടുത്ത് വെച്ചാൽ മതി, ദേ ആ 2 തടിമാടന്മാരും എൻ്റെ കൂടെ കാണും, മനുഷ്യനെ നാണം കെടുത്താനായിട്ട്. ഏയ്, അത് നല്ല കാര്യമല്ലേ? അതുകൊണ്ടല്ലേ നീ കോളേജിലേക്ക് വരുമ്പോൾ എനിക്ക് ആ സുന്ദരന്മാരെ വിശാലമായിട്ട് അളക്കാൻ പറ്റുന്നേ. അമ്മയ്ക്ക് പ്രാണവേന, മോക്ക് വീണ വായന. ഏയ്, എൻ്റെ അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ല. അതുമല്ല, എനിക്ക് വീണ വായിക്കാനും അറിഞ്ഞൂടാ. ഇനി ഇതിലപ്പുറം എന്തേലും വരാനുണ്ടോ? എടി, നിനക്ക് അവിടെ ഇൻസ്റ്റ ഐ ഡി അറിയാവോ? ഓ, ഈ പടക്കോഴി, ഞാൻ പോന്നു. നിക്ക്, ഞാനും വരുന്നു. ജിമിൻ, വേണ്ട, ആരേലും കണ്ടോണ്ട് വന്നാൽ തീർന്നു. ആരും ഇപ്പം ഇങ്ങോട്ട് വരാൻ പോകുന്നില്ല. നീ ആ പേരും പറഞ്ഞ് എന്നെ ഒന്ന് രക്ഷപ്പെടാൻ നോക്കണ്ട. ആർത്തിറങ്ങാൻ പറഞ്ഞ നിന്നെ അവൻ സത്യത്തിലും ഭിത്തി കയറ്റും. നല്ലൊരു റൊമാൻറ്റിക് സീൻ്റെ ഇടയ്ക്ക് എന്തിനാണ് ആ അൺറൊമാൻറ്റിക് മൂരാച്ചിന് ചുമ്മാ വലിച്ചു കയറ്റുന്നത്? മോള് എല്ലാം പറഞ്ഞിട്ട് ഏട്ടായിക്കൊരു കിസ് ചെയ്യുന്നേ. ഈ അൺറൊമാൻറ്റിക് മൂരാച്ച് തന്നാ മതിയോ നിനക്ക് കിസ്? ആഹാ, സ്വർഗത്തിലേക്കുള്ള വിസയും പാസ്പോർട്ടും എല്ലാം ഇത്ര പെട്ടെന്നായോ? ഈശ്വര, ഞാനിതാ വരുന്നേ. ഓ ആർത്തർ, നീ പോന്നു? ഞാൻ വന്നിട്ട് 10-27 വർഷമായി. ആണല്ലേ? നിന്നെ ഞാൻ എന്തിനാ ഇങ്ങോട്ടേക്ക് അയച്ചേ? ഫയൽ വന്നു. എന്നിട്ട് എന്താ ചോദിച്ചേ? ഇതുവരെ വന്ന സ്ഥിതിക്ക് കാമഭ്രാന്തൻ. പിന്നെ പറയണ ആള് പുണ്യാളനല്ലേ? അവൾ നിന്നെ കെട്ടിയതിൻ്റെ അന്ന് മുതൽ മര്യാദയ്ക്ക് നടന്നിട്ടില്ല. ഷീ ഈസ് മൈ വൈഫ്. ഞാൻ എന്ത് വേണോ ചെയ്യും. സോയയും എൻ്റെ ഭാര്യയാണ്. അപ്പോൾ എനിക്കും അതൊക്കെ അങ്ങ് വീട്ടിൽ. ദുഷ്ടൻ, എന്തിനാ വെറുതെ ഞങ്ങളുടെ സ്വർഗത്തിൽ കട്ടുറുമ്പാവുന്നത്? സ്വർഗം പരിശുദ്ധർക്കുള്ളതാ, അല്ലാതെ 50 Shades of Grey ക്രോസ് ബ്രീഡ് വിത്ത് 365 days കപ്പിൾസിനുള്ളതല്ല. എനിക്കും വരൂടാ തണ്ടി ഒരു സമയം. പിന്നെ സോയ, പട്ടിവില നിന്നെ ഇന്ന് രാത്രി എടുത്തോളാടി. ഞാൻ വന്ന കാര്യം പറയട്ടെ? ആ, നീ പറഞ്ഞോ. എനിക്കൊന്നൊരു മിഷനുണ്ട്. സോ ഞാനിന്ന് വീട്ടിൽ കാണില്ല. നീ നോവയ്ക്കൊരു കമ്പനി എടുക്കാവോ? ഓ, അതിനെന്താ, ഞങ്ങളിപ്പോൾ നല്ല ബോണ്ടായി, ഞാൻ പൊക്കോളാം. അതെ, ഞാനും ഉണ്ടല്ലോ. നീ എവിടെയുണ്ടെന്ന്? അവരുടെ കൂടെ. അതിന് നീ എൻ്റെ കൂടെ വരില്ലേ? കൃത്യം 5 മണിക്ക് സ്വയം കൂട്ടി അങ്ങ് വീട്ടിലേക്ക് വന്നാൽ മതി. അങ്ങനെ ഇന്നത്തെ കഞ്ഞൂടിയും മുട്ടി. ഡീറ്റെയിൽസ് കിട്ടിയോ? നോ സാർ. ഇത്രയും ദിവസമായിട്ട് നിനക്കൊക്കെ ആ ഡീറ്റെയിൽസ് എടുക്കാൻ പറ്റിയില്ലേ? ഇഡിയറ്റ്സ്, വെറുതെ എൻ്റെ പൈസ തിന്നുവാ. ബോസ്, അവർ ആ ഡീറ്റെയിൽസ് മുൻപൊരിക്കലും എക്സിസ്റ്റ് ചെയ്യാത്ത വിധത്തിൽ ഇറേസ് ചെയ്ത് കഴിഞ്ഞു. ഐ ഡോണ്ട് കെയർ. എന്തേലും ഒരു വഴി കാണില്ലേ? അവർ എന്തേലും ഒരു ലൂപ്പ് ഹോള് ശ്രദ്ധിക്കാതെ വെറുതെ വിട്ട് കാണില്ലേ? സെർച്ച് ചെയ്യാൻ എന്ത് വില കൊടുത്തും എനിക്ക് ആ ഡീറ്റെയിൽസ് വേണം. ഓക്കെ ബോസ്. ഹേ നോവ, സോയ, താനെന്താ ഇവിടെ? ഞാനിന്ന് ഇവിടെയാ സ്റ്റേ. റിയലി? ജിമിനും ഉണ്ടോ? ജിമിനും ആർത്തറും ഏതോ ഒരു മിഷന് പോയി. അവർ നാളെ വരും. ഓ, നിന്നോട് പറഞ്ഞില്ലേ? ഭാര്യ എന്ന സ്ഥാനം മാത്രമേ എനിക്കുള്ളൂ. ഞാൻ ജീവിക്കുന്നു, അത്രമാത്രം. അയാൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മാത്രം എൻ്റെ അടുത്തേക്ക് വരൂ. ഹി ഡോണ്ട് കെയർ. പക്ഷേ എന്നെ ഇങ്ങോട്ടൊക്കെ അയച്ചത് ആർത്തറാണല്ലോ. വാട്ട്? റിയലി? യാ, ഞാനെന്തിനാ കള്ളം പറയുന്നേ? ബട്ട് ഞാൻ പറഞ്ഞില്ലേ, അവൻ പുറത്ത് കാണിക്കുന്നത് പോലെയല്ല അകമേ. എന്തായാലും താൻ വാ.